യൂത്ത് കോൺഗ്രസ് ആരോപണങ്ങൾ നിഷേധിച്ച് ജോർജ് എം തോമസ് MLA. ഏത് കരാറെടുത്താലും ആ കരാറിൽ എന്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ചെയ്ത വർക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചാണ് ബില്ല് പേ ചെയ്യുക. ആ ബില്ല് അങ്ങനെ പേ ചെയ്യുമ്പോൾ ചെയ്യാത്ത ഡെക്റ്റിന് ആരെങ്കിലും പണം കൊടുക്കും. പിന്നെ അതെങ്ങനെ MLAക്ക് വെട്ടിക്കാനാവും? ബേസ്ലെസ് ആയിട്ടും, വളരെ ബേസ്ലെസ് ആയിട്ടും വ്യക്തിഹത്യ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു ദുരാരോപണം. 13 കോടി പറഞ്ഞൊരു 13 നയാ പൈസയുടെ അഴിമതി ആരോപണം എൻ്റെ പേരിൽ ആരുന്നയിച്ചാലും വസ്തുതയില്ല. ഒരു കാലിച്ചായ പോലും ഈ നിമിഷം വരെ ഞാൻ കോൺട്രാക്ടറോട് സ്വീകരിക്കുകയോ വേറെ ഏതെങ്കിലും ഏജൻസിനോട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അഗസ്ത്യമൊഴി കൈതപ്പൊയിൽ റോഡ് നവീകരണ പദ്ധതിയിൽ യൂട്ടിലിറ്റി ഡക്റ്റ് ഒഴിവാക്കിയത് വഴി 13 കോടിയിലധികം രൂപ MLAയും ഉദ്യോഗസ്ഥരും ചേർന്ന് വെട്ടിപ്പ് നടത്തിയെന്ന യൂത്ത് കോൺഗ്രസ് ആരോപണം തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് MLA ജോർജ് എം തോമസ് പറഞ്ഞു. ആകെയുള്ള 10 മീറ്റർ വീതിയിൽ നിന്ന് 7 മീറ്റർ ടാറിംഗ് കഴിയുമ്പോൾ പിന്നീട് ഡക്റ്റിനു വേണ്ടി സ്ഥലം ലഭിക്കാത്തതിനാലാണ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയതെന്നും ഡക്റ്റ് നിർമ്മിക്കുന്നില്ലെങ്കിലും യൂട്ടിലിറ്റി സർവീസുകൾ ടാറിംഗ് പൊളിക്കാതെ തന്നെ കൊണ്ടുപോകുവാനുള്ള സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുൻകൂർ ഫണ്ട് ലഭിക്കാതെ തന്നെ നടത്തുന്ന പ്രവൃത്തിയായതിനാൽ തന്നെ ആരോപണങ്ങളിൽ ഉന്നയിച്ചതുപോലെ അഴിമതി നടത്താൻ സാധിക്കില്ലെന്നും അവ വിവരമില്ലായ്മയുടെ പരിണിത ഫലമാണെന്നും MLA കൂട്ടിച്ചേർത്തു. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. കൈതപ്പൊയിൽ അഗസ്ത്യമൊഴി റോഡിനെ 2 ലൈൻ ട്രാഫിക്കിന് ഭാഗമായി റോഡ് വികസിപ്പിക്കുമെന്നത് 2010 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ തോമസ് ഐസക് വിശദമാക്കിയതാണ്. ബഡ്ജറ്റ് പ്രസംഗത്തിലൊരു പ്രവൃത്തിയുടെ പേര് ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്ക് ഭരണാനുമതി ഓട്ടോമാറ്റിക്കായി ലഭിച്ചു എന്നാണ് അർത്ഥം. പിന്നെ അതിന് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങി ടെൻഡർ ചെയ്ത് പണി ആരംഭിക്കുകയും പിന്നെ വേണ്ടു ഭരണാനുമതിക്ക് കാക്കേണ്ടതില്ല. എന്നാൽ 2011 ആ ഗവൺമെൻറ് പോയി ആ പ്രവൃത്തി ബഡ്ജറ്റ് സ്പീച്ചിൽ ഉൾപ്പെടുത്തിയ പ്രവൃത്തിയെക്കുറിച്ച് പിന്നീട് ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല. ബഹുജനങ്ങളെ ആകെ അണിനിരത്തി CPIM അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയുണ്ടായി. ഒരു വേള ഞാൻ തന്നെ കൈതപ്പൊയിലിൽ നിന്ന് മുക്കം വരെ അഗസ്ത്യമൊഴി വരെ 26 കിലോമീറ്ററോളം കാൽനടയായി 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു ബഹുജന മാർച്ച് കൈതപ്പൊയിൽ നിന്ന് മുക്കത്തേക്ക് നടത്തുകയുണ്ടായി. വഴിയോരത്തെ വീടുകളിൽ നിന്ന് ഭക്ഷണം പൊതിയായി ശേഖരിച്ച് ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. 100 കണക്കിന് ആളുകൾ പല പ്രദേശങ്ങളിലും ആ ജാഥയെ അഭിവാദ്യം ചെയ്യാൻ, അതിനെ മറ്റു വിധത്തിൽ സഹായിക്കാൻ എല്ലാം മുന്നോട്ട് വരുന്ന കാഴ്ച വളരെ ആവേശകരമായി. എത്ര സമരം നടത്തിയിട്ടും UDF ഗവൺമെൻറ് കാലത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഭരണമുള്ള കാലത്ത് ആ റോഡിനെക്കുറിച്ച് ഒരു നടപടിയും 10 പൈസ പോലും പിന്നീട് നീക്കിവെക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല. 2014 വീണ്ടും LDF ഗവൺമെൻറ് വന്നു. ഭാഗ്യവശാൽ ഞാനും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് പുതിയ ബഡ്ജറ്റ് UDF അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി പുതിയ ബഡ്ജറ്റ് ഐസക് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഐസക്കുമായിട്ട് ഞാൻ സംസാരിച്ചു. പണ്ട് നമ്മൾ കൊടുത്ത വാഗ്ദാനമാണ്, അത് ഇക്കൊല്ലം എന്തായാലും പുതിയ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 30 കോടി രൂപ ഈ റോഡിനെ വകയിരുത്തിക്കൊണ്ട് ഉത്തരവ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചു എന്നർത്ഥം. അതിനെ തുടർന്ന് അത് കിഫ്ബി, ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്നത് കിഫ്ബിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. കിഫ്ബിയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. കിഫ്ബിക്ക് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിൽ കിഫ്ബി വർക്കുകൾ നടത്തുന്നതിന് മേൽനോട്ട് വഹിക്കാൻ കേരള റോഡ് ഫണ്ട് ബോർഡിനെയാണ് കിഫ്ബി ചുമതലപ്പെടുത്തിയത്. വർക്ക് മോണിറ്റർ ചെയ്യുന്നതും സൂക്ഷ്മ പരിശോധന നടത്തുന്നതെല്ലാം PWD തന്നെ. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കൽ, ടെൻഡർ ക്ഷണിക്കൽ, എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, അത് സ്ക്രൂട്ടനൈസ് ചെയ്യൽ, ഇത്തരം കാര്യങ്ങളെല്ലാം
KRFB ആണ് ചെയ്യുന്നത്. ഫണ്ടിങ് കിഫ്ബിയാണ്. കിഫ്ബിക്കൊരു മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് KRFB പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക, കിഫ്ബി ഭരണാനുമതി നൽകുക. ആ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെക്നിക്കൽ സാങ്ഷനും മറ്റു കാര്യങ്ങളും KRFB ആണ് ചെയ്യേണ്ടത്. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ അതിനുവേണ്ടി കിഫ്ബിക്ക് ഈ നടപടികൾ സ്വീകരിച്ചത് 5/5/2018 പദ്ധതി നടപ്പാക്കുന്ന SPV KRFBക്ക് സാങ്കേതിക അനുമതി നിർദ്ദിഷ്ട യോഗ്യതയുള്ള കരാറുകാരന് ക്ഷണിച്ചു. അത് പ്രീ ക്വാളിഫിക്കേഷൻ വേണം. 5 കോടിയിൽ കൂടുതലുള്ള വർക്കിന് പ്രീ ക്വാളിഫിക്കേഷനുള്ളവർക്കേ കരാറിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നിരവധി കരാറുകാർ പങ്കെടുത്തു. അതിൽ പ്രീ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം കുറഞ്ഞ ടെൻഡർ ബിഡ് എന്ന നിലയിൽ നാദ് കൺസ്ട്രക്ഷൻസിനാണ് ആ പ്രൊജക്റ്റ് വർക്ക് കിട്ടിയത്. അവരവട്ടെ ബിലോ ആയിട്ടാണ് എടുത്തത്. 86 കോടി രൂപയുടെ വർക്കിന് അവർ 70 കോടി രൂപയ്ക്കാണ് വെച്ചാൽ വളരെയധികം പണം കുറച്ചിട്ടാണ് അവർ ടെൻഡർ ചെയ്തത്. അങ്ങനെ ടെൻഡർ ചെയ്ത് ആ വർക്ക് അവർ ചെയ്യുന്നതിന് മുമ്പ് റോഡിൽ പണ്ടാരോ നട്ടുപോയ വലിയ മരങ്ങളുണ്ട്. അതേപോലെ റോഡിന് നിർദ്ദിഷ്ട വീതി 12 മീറ്റർ വീതിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ നമുക്കവിടെ 12 മീറ്റർ സാധ്യമല്ലാത്തതുകൊണ്ട് 10 മീറ്ററിലേക്ക് ചുരുക്കിയിട്ടാണ് നമ്മൾ റോഡ് ചെയ്യുന്നത്. ഈ 10 മീറ്റർ റോഡിൽ തന്നെ 7 മീറ്റർ ഗാരേജ് വേ ആണ്. പക്ഷെ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള പാതയാണ്. പോയിട്ട് 3 മീറ്ററാണ് അവശേഷിക്കുക. ഈ 3 മീറ്റർ 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ഥല ലഭ്യത വലിയൊരു പ്രയാസമായി. ഓരോ പ്രദേശത്തും പഞ്ചായത്തുകളിലും പഞ്ചായത്തിൻ്റെ വാർഡുകളിലും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ വിപുലമായ യോഗം ചേർന്ന് മിക്കവാറും എല്ലാ യോഗങ്ങളിലും ഞാനും കൂടി പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചാണ് ആളുകൾ സ്ഥലം സംഭാവന ചെയ്യാൻ തയ്യാറായി. അപ്പോൾ 10 മീറ്ററാണ് അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടുള്ളത്. ആ സ്ഥലം ലഭ്യത അവർ സിലിണ്ടർ പുറപ്പെട്ട് കൊടുക്കണം, സ്ഥല ലഭ്യത ഉറപ്പുവരുത്തണം. ഈ യൂട്ടിലിറ്റി സർവീസുകൾ എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റി, KSEB, BSNL തുടങ്ങിയിട്ടുള്ള യൂട്ടിലിറ്റി ഷിഫ്റ്റ് ചെയ്യണം. അതേപോലെ ഈ മരങ്ങൾ ലേലം ചെയ്യാൻ വനംവകുപ്പിൻ്റെ സംഗതി വേണം. ഇത്തരം ഒരുപാട് കടമ്പകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. 2018 സെപ്റ്റംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് പിറ്റേ ആഴ്ച തന്നെ ലെവൽസ് എടുക്കാവുന്നതാണ്. അന്നുണ്ടായിരുന്ന ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സുരേഷ് ബാബു വളരെ ബോധപൂർവ്വം അതിന് കാലതാമസം വരുത്തി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്പീഡപ്പ് ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അഗസ്ത്യംവഴിയിലിപ്പോഴുള്ള മരങ്ങൾ ഇപ്പോഴും മുറിക്കാതെ വനംവകുപ്പിൻ്റെ സംഗതി കിട്ടാതെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ ആ എഞ്ചിനീയർ വരുത്തിയ കാലതാമസം മൂലം നമുക്ക് എഗ്രിമെൻ്റ് വെപ്പിക്കാൻ കഴിഞ്ഞില്ല. ലെവൽസ് റിപ്പോർട്ട് ചെയ്ത് ലെവൽസ് എടുത്താൽ പോരാ, അത് അവിടെ റിപ്പോർട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് കിഫ്ബി തന്നെ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. ആ കമൻറ്റ് പ്രകാരമാണ് ഇനീഷ്യൽ ലെവൽസ് ആർ ടേക്കൺ ബട്ട് നോട്ട് റിപ്പോർട്ടഡ്. അപ്പോൾ പ്രാഥമികമായ ലെവൽസ് എടുത്തു, പക്ഷേ കിഫ്ബിക്ക് റിപ്പോർട്ട് ചെയ്തില്ല. ആരാ ഉത്തരവാദി? MLA ആണ്. ഈ ലെവൽസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. വളരെ ബോധപൂർവ്വം അയാൾ വരുത്തിയിട്ടുള്ള കാലതാമസം മൂലം ലെവൽസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഫ്ബിയുടെ ഒബ്സർവേഷൻ ഞാൻ വായിക്കുന്നത്. ഒബ്സർവേഷൻ മെമ്മോ ഡേറ്റഡ് 3/4/2019 കിഫ്ബിയുടെ കടലാസാണ്, നമ്മളുണ്ടാക്കിയല്ല. അതിൽ കിഫ്ബി വളരെ വ്യക്തമായി പറയുന്നു ഇനീഷ്യൽ ലെവൽസ് ആർ ടേക്കൺ ബട്ട് നോട്ട് റിപ്പോർട്ടഡ്. അപ്പോൾ എഞ്ചിനീയറുടെ ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം മൂലം പ്രവൃത്തി ആരംഭിക്കാൻ പിന്നെയും വൈകി. അത് ഒരു വസ്തുത. പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താ? നമ്മൾ കിഫ്ബിയുടെ നോംസ് അനുസരിച്ച് ഇവിടെ മതിലുകൾ കെട്ടിക്കൊടുക്കും. ഗവൺമെൻറ്റിന് തീരുമാനമാണ്. വെച്ചാൽ ആരുടെയെങ്കിലും കോമ്പൗണ്ട് വാളുകളോ വീടിൻ്റെ മതിലുകളോ അല്ലെങ്കിൽ സ്റ്റീപ്പായി വരുന്ന സ്ഥലത്ത് പ്രൊട്ടക്ഷൻ വാളോ
വേണ്ടി വന്നാൽ അതുണ്ടാക്കി കൊടുക്കണം എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ എക്സൈസ് വകുപ്പ് മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ഞാനുൾപ്പെടെയുള്ള നമ്മളെ ജില്ലയിലെ MLA മാർ ഞങ്ങളെല്ലാം വരുന്ന PWDയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ നാട്പാക്കിൻ്റെ ചീഫ് എഞ്ചിനീയർ, PWDയുടെ ചീഫ് എഞ്ചിനീയർ, ഇവരെല്ലാം ചേർന്ന് ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ് ഈ പ്രൊട്ടക്ഷൻ വാൾ കെട്ടുക, കോമ്പൗണ്ട് വാൾ കെട്ടിക്കൊടുക്കുക എന്നെല്ലാമുള്ള കാര്യം. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്, മിനിസ്റ്ററുടെ കമ്മിറ്റ്മെൻറ്റാണ്. നമുക്കത് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റും. അപ്പോൾ ഈ 10 മീറ്ററിൽ നിന്ന് അതിനുള്ള വിട്ട് പോകും. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവശേഷിക്കുന്ന സ്ഥലത്ത് വേണം ഈ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഏൽപ്പിക്കാൻ. ഡ്രെയിനേജ് സിസ്റ്റം മാത്രം പോരാ, യൂട്ടിലിറ്റി ഡക്റ്റുകൾ ഉണ്ടാക്കാം. ഇവിടെ ആദ്യം തന്നെ DPR തയ്യാറാക്കിയിട്ടുള്ള എഞ്ചിനീയർ ഇത് കൂടി ഉൾപ്പെടുത്തി, യൂട്ടിലിറ്റി ഡക്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് DPR തയ്യാറാക്കിയത്. പക്ഷേ സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമായി മാറിയപ്പോൾ കിഫ്ബി തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ പിന്നീട് പറഞ്ഞു, ഇവിടെ ഡ്രോയിങ്സ് ഫോർ ദ ക്രോസ് സെക്ഷൻസ് ആൻഡ് പ്രീകാസ്റ്റ് ഡ്രെയിൻ ഷാൽ ബി അക്സെപ്റ്റബിൾ ആൻഡ് വർക്ക് ഷാൽ ബി പ്രൊസീഡഡ്. അവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ പ്രീകാസ്റ്റ് ഡക്റ്റ് ഡ്രെയിനിന് വേണ്ടി ഡ്രെയിൻ ഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈഡിൽ ഇടുന്നു, പ്രീകാസ്റ്റ് ഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ വാദം. സുരേഷ് ബാബു അയാൾ അങ്ങനെ ഒരു വാദം പിടിച്ച് അതിൻ്റെ മേലെ കരാറുകാരനും അയാളും കൂടി തർക്കമുണ്ടായി. അപ്പോൾ അക്കാര്യത്തിൽ കിഫ്ബിയുടെ ഡയറക്ഷന് വേണ്ടി ഞാൻ കിഫ്ബി CEO എന്ന് പറയുന്നത് ഡോക്ടർ KM അബ്രഹാം, അദ്ദേഹവുമായി സംസാരിച്ചു. വാട്ട് ഈസ് ടു ബി ഡൺ? അപ്പോൾ ഇങ്ങനെ പ്രീകാസ്റ്റ് ഡക്റ്റ് വെച്ചാൽ, ഡ്രെയിനിങ്ങിന് വേണ്ടി പ്രീകാസ്റ്റ് ഡക്റ്റ് വെച്ചാൽ വി ക്യാൻ സേവ് ടൈം. അപ്പോൾ ടൈം സേവ് ചെയ്യാന്നുള്ള പ്രശ്നം ഉണ്ട്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ വാദം അത് അവിടെ തന്നെ വെച്ച് ഷട്ടർ അടിച്ച് ഇത് സാധാരണ കൺവെൻഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കണമെന്നാണ്. ഇപ്പോൾ കിഫ്ബിയുടെ ഡയറക്ഷൻ പിന്നീട് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 7/2/2020 കിഫ്ബിയുടെ ഡയറക്ഷൻ ഇപ്പോൾ ഞാൻ വായിച്ച എന്തെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു, ദ ഡ്രോയിങ്സ് ഫോർ ദ ക്രോസ് സെക്ഷൻസ് ആൻഡ് പ്രീകാസ്റ്റ് ഡ്രെയിൻ ഷാൽ ബി അക്സെപ്റ്റബിൾ ആൻഡ് വർക്ക് ഷാൽ ബി പ്രൊസീഡഡ്. ഇത് വെച്ചുകൊണ്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കിഫ്ബി ഡയറക്ഷൻ അങ്ങനെ വരികയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ പിടിവാശി മൂലം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കാലതാമസം വരികയാണ്. മാത്രമല്ല ഇവിടെ 2 സൈഡിലുമായി ഡ്രെയിന് ഈ ഡക്റ്റിന് വേണ്ടി വരുന്ന സ്ഥലം 60 സെൻറ്റിമീറ്ററാണ്. ഡ്രെയിനിന് വേണ്ടി 90 സെൻറ്റിമീറ്ററാണ്. 90 സെൻറ്റിമീറ്റർ ഡ്രെയിനും 60 സെൻറ്റിമീറ്റർ ഈ എന്താ പറയുക യൂട്ടിലിറ്റി സർവീസിലുള്ള ഡക്റ്റും കഴിച്ചാൽ പിന്നെ 1 സെൻറ്റ് സ്ഥലം പോലും, 1 ഇഞ്ച് സ്ഥലം പോലും അവശേഷിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത് കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 17/3/2020 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ കാര്യം കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അദ്ദേഹം അറിയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, കിഫ്ബി മാനദണ്ഡങ്ങൾ പ്രകാരം 12 മീറ്റർ എന്നത് സ്ഥലലഭ്യതയ്ക്ക് അനുസൃതമായി 10 മീറ്റർ എന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 5.5 മീറ്റർ കാരേജ് വേ ഇരുവശത്തും, 75 സെൻറ്റിമീറ്റർ വീതം ഷോൾഡർ 2 ഭാഗത്തും, 1.5 മീറ്റർ വീതം ഫുട്പാത്ത് ഡ്രെയിൻ അടക്കം അല്ലെങ്കിൽ ബേം ആകെ 10 മീറ്റർ. കിഫ്ബിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 10 മീറ്ററിൻ്റെ യൂട്ടിലിറ്റി ഡക്റ്റ് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ പോയിന്റ് വളരെ പ്രധാനമാണ്. 10 മീറ്റർ വീതിയുള്ള റോഡിന് യൂട്ടിലിറ്റി ഡക്റ്റ് കിഫ്ബി നിർദ്ദേശിച്ചിട്ടേയില്ല. ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള സബ് എഞ്ചിനീയർ സുരേഷ് ബാബു ഉണ്ടാക്കിയിട്ടുള്ള DPR ഡക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നപ്പോൾ ഈ കിഫ്ബിയുടെ ഡയറക്ഷൻ അയാൾക്ക് അറിയില്ല എന്ന് വേണം വിചാരിക്കാം. അപ്പോൾ 12 മീറ്റർ റോഡ് വീതിയുള്ള സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ 10 മീറ്ററിൽ ചെയ്യാം എന്ന് അയാൾ ധരിക്കുകയാണ്. അതിനനുസരിച്ച് DPR ഉണ്ടാക്കുകയാണ്.
ഡക്റ്റ് വേണം എന്ന് അയാൾ പറയാണ്. പക്ഷെ കിഫ്ബി പറയുന്നത് എന്താ, 10 മീറ്റർ വീതിയുള്ള സ്ഥലത്ത് കിഫ്ബിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം യൂട്ടിലിറ്റി ഡക്റ്റ് നിർദ്ദേശിച്ചിട്ടില്ല, കിഫ്ബി മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ്. ഇപ്പോൾ 86 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഡക്റ്റ് പെട്ട് ടെൻഡർ കഴിയുമ്പോഴും അതുണ്ട്. എന്നാൽ TS കിട്ടേണ്ട KRFB TS കൊടുക്കുമ്പോൾ ഈ ഡക്റ്റ് ആവശ്യമില്ല എന്നുള്ള കാര്യം എടുത്തിട്ട് ഡക്റ്റ് അവർ ഒഴിവാക്കി. ഡക്റ്റ് ഒഴിവാക്കിയത് പ്രകാരം ഉണ്ടാകുന്ന സേവിങ്സ് അത് നിങ്ങൾ പറഞ്ഞ 13 കോടി എന്നല്ല, മാതൃഭൂമിക്കാരൻ അത് മനസ്സിലാക്കണം. 7 കോടി എത്രയാണ്, 7,67,17,712 രൂപയാണ് ഈ ഡക്റ്റ് ഒഴിവാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സേവിങ്സ്. ആളുകളെ ഒരു ബേസിക് അറിവില്ലായ്മ എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചു വെക്കുന്നത്, ഇങ്ങനെ വരുന്ന സേവിങ്സ് എല്ലാം കരാറുകാരനും MLAക്കും എഞ്ചിനീയർമാർക്കും കൂടി വീതം വെച്ചെടുക്കാം എന്നൊരു ധാരണ. എവിടുന്നാണ് ഇങ്ങനത്തെ പൊട്ടത്തരം ആളുകൾ മനസ്സിലാക്കുന്നത്? എവിടുന്നാണ് ഇത് പറയുന്നത്? വർക്ക് ടെൻഡർ ചെയ്താൽ ആ ടെൻഡറിൽ വരുന്ന എമൗണ്ട് ഫുള്ളായിട്ട് ആരും കരാറുകാർക്ക് കിട്ടുമോ? എന്താണ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എന്താണ്? ആ മെഷർമെൻ്റ് അനുസരിച്ചുള്ള ബില്ലിലെ കൊടുക്കും. അത് പല സ്ഥലത്ത് റെക്കോർഡ് ചെയ്യുന്നതല്ലേ മെഷർമെൻറ്റ്. ഇപ്പോൾ യൂട്ടിലിറ്റി സർവീസ് ഡക്റ്റ് വേണ്ട എന്ന് കിഫ്ബി നിർദ്ദേശിച്ച് 7,67,00,000 രൂപ സേവ് ചെയ്ത ആ പണി ചെയ്യാത്തടത്തോളം കാലം എങ്ങനെ കരാറുകാരനെ പണം കിട്ടും? സേവ് ചെയ്യപ്പെടുന്ന ആ പണം ഗവൺമെൻറ്റിലേക്ക് പോകാമെന്നല്ലാണ്ട് MLAക്ക് എങ്ങനെ കിട്ടും? മിനിമം കോമൺ സെൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആരും പറയില്ല. അങ്ങനെ പറയുന്ന സെൻസില്ലായ്മ പ്രസിദ്ധീകരിക്കില്ല. അല്പം തലയിൽ മുളകൾ. ഇപ്പോൾ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ഉന്നയിക്കുക, ഒരടിസ്ഥാനമില്ലാത്ത എന്താ ലക്ഷ്യം പൊളിറ്റിക്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2010 ബഡ്ജറ്റ് സ്പീച്ചിൽ ഇടം പിടിച്ച ഒരു റോഡ് 6 വർഷക്കാലം, ഒരു 5 വർഷക്കാലം ഭരണം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടിക്ക് ഒരു നയാ പൈസ പോലും അതിൽ എക്സ്പെൻഡിച്ചർ ആക്കാൻ കഴിഞ്ഞില്ല, ചെയ്തിട്ടില്ല, അവർ അവഗണിച്ചു. അത് വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കി ആ റോഡ് നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടി വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട റോഡ്, ഒക്കെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ മാർഗം 2-way ട്രാഫിക് BMNTC റോഡ്, ഹൈസ്പീഡ് റോഡാണ്. അത് യാഥാർത്ഥ്യമാകുന്നു. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുണ്ടാവുന്ന അത്തരം അവരുടെ അവഗണന കൊണ്ട് ജനങ്ങളിതെല്ലാം തിരിച്ചറിയാണ്. അത് ിലുണ്ടാവുന്ന അസംതൃപ്തിയാണ്, അസൂയയാണ് അവർ പത്രസമ്മേളനത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനിടയായത്. അത് പ്രചരിപ്പിച്ച പത്രത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ പത്രപ്രവർത്തന താല്പര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എത്ര മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ചുരുക്കി ഇത്രയാണ് പറയാനുള്ളത്. ഒന്ന്, കിഫ്ബിയുടെ ഈ റോഡിൻ്റെ ആരംഭഘട്ടത്തിലുണ്ടാക്കിയ DPR പ്രകാരം ഡക്റ്റ് ഉണ്ടായിരുന്നു. ഡക്റ്റിന് 60 സെൻറ്റിമീറ്റർ വീതിയാണ് 2 സൈഡിലും. 90 സെൻറ്റിമീറ്റർ വീതിയിൽ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം വേണം. 1.5 മീറ്റർ അങ്ങനെ പോയി. പിന്നെ നടപ്പാതയില്ല, ബേമില്ല, അവിടെ വേറെ സ്ഥലമില്ല. ഈ ഡക്റ്റ്, യൂട്ടിലിറ്റി ഡക്റ്റ് കിഫ്ബി നിർദ്ദേശിക്കുന്നത് 12 മീറ്റർ വീതിയിലുള്ള റോഡിനാണ്. 10 മീറ്റർ വീതിയിലുള്ള റോഡിന് കിഫ്ബി യൂട്ടിലിറ്റീസ് ഡക്റ്റ് നിർദ്ദേശിച്ചിട്ടില്ല എന്നവർ തന്നെ പറയുന്നു. ഇപ്പോൾ കിഫ്ബി നിർദ്ദേശിക്കാത്ത ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം MLAക്ക് എങ്ങനെ കയറ്റാൻ പറ്റും? കിഫ്ബിക്ക് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അവരെടുക്കുന്നത്. ഓരോ സൂക്ഷ്മാംശങ്ങളും അവർ പരിശോധിക്കും. ഇവിടുന്ന് കിട്ടുന്ന വ്യാജ പരാതിയായാലും മറ്റു പരാതികളെ അവർ പരിശോധിക്കും. ഇവിടെ സൈറ്റിൽ അവർ നിരവധി തവണ വന്നു. അവർ വരുമ്പോൾ ഓരോ ക്രോസ് സെക്ഷനും എടുത്ത് ഓരോ സെൻറ്റിമീറ്ററിലെ പ്രശ്നങ്ങളും
പരിശോധിക്കത്തക്കൊണ്ട് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ടാണ് അവർ വരുന്നത്. വലിയ വാഹനത്തിൽ അങ്ങനെ വന്ന് പരിശോധിച്ചു. ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ഡ്രെയിനേജ് അതിൻ്റെ ഓരോ ഇഴകളും കയറി അവർ പരിശോധിച്ചു. വെൽ പ്രൊസീഡ്, ഞാൻ വായിച്ചല്ലോ, പ്രീകാസ്റ്റ് ട്രെയിനുമായി നിങ്ങൾക്ക് യു ക്യാൻ പ്രൊസീഡ്. അവർ ഉത്തരവ് കൊടുക്കുകയാണ്. യൂട്ടിലിറ്റി സർവീസ് 12 മീറ്റർ ഇല്ലാത്തതുകൊണ്ട് യൂട്ടിലിറ്റി സർവീസ് കമ്പൽസറി അല്ല, ഡെക്റ്റ് ആവശ്യമില്ല. ആ ഡെക്റ്റ് ഒഴിവാക്കുന്നതിലൂടെ 7,67,00,000 രൂപ സേവിങ്സാണ് ടെൻഡർ എമൗണ്ടിൽ നിന്നാണ് കുറയുക. ഏത് കരാറെടുത്താലും ആ കരാറിൽ എന്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ചെയ്ത വർക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചാണ് ബില്ല് പേ ചെയ്യുക. ആ ബില്ല് അങ്ങനെ പേ ചെയ്യുമ്പോൾ ചെയ്യാത്ത ഡെക്റ്റിന് ആരെങ്കിലും പണം കൊടുക്കും. പിന്നെ അതെങ്ങനെ MLA ക്ക് വെട്ടിക്കാനാവും? ബേസ്ലെസ് ആയിട്ടും, വളരെ ബേസ്ലെസ് ആയിട്ടും വ്യക്തിഹത്യ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു ദുരാരോപണം. ഇത് രാഷ്ട്രീയമായി മാത്രം മതിയാവില്ല, നിയമപരമായി കൂടെ നേരിടണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചുള്ളത്. അതുകൊണ്ട് കമ്പൽസറിയായി ഇവരുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുക, വിരോധം കൊണ്ടല്ല. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള സത്യാവസ്ഥ. ഇതിൽ 13 കോടി പറഞ്ഞിട്ട് 13 നയ പൈസയുടെ അഴിമതി ആരോപണം എൻ്റെ പേരിൽ ആരുന്നയിച്ചാലും വസ്തുതയില്ല. ഒരു കാലിച്ചായ പോലും ഈ നിമിഷം വരെ ഞാൻ കോൺട്രാക്ടറോട് സ്വീകരിക്കുകയോ വേറെ ഏതെങ്കിലും ഏജൻസിനോട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചേംബറിൽ യോഗം ചേർത്തതെന്ന് പറയുന്നത് ശരിയല്ല. എന്തിനാണ് യോഗം ചേർന്നത്? ഈ ഡ്രെയിനേജ് സിസ്റ്റം റോഡിൻ്റെ എൻഡിലേക്ക് മാറ്റണ്ട. എവിടെയാണോ ഇപ്പം നിൽക്കുന്നത് അവിടെ നിൽക്കണമെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് എൻഡിലേക്ക് മാറ്റുകയാണ് വേണ്ടതെന്ന് അപ്പോൾ അത്തരമൊരു ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയാസ് വന്നാൽ എന്താ ഒരു MLA ചെയ്യേണ്ട പണി? രണ്ടുപേരും കൂടി തർക്കിച്ചോട്ടെ എന്ന് വിചാരിക്കലാണോ? വർക്ക് വേഗം നടക്കണമെന്ന് ആഗ്രഹമുള്ള MLA മാർ ആ പ്രശ്നത്തിൽ ഇടപെടും. എൻജിനീയേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കും. ഞാൻ വിളിച്ചു, ചർച്ച ചെയ്തപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള വിവരങ്ങൾ വന്നു. എന്താ സുരേഷ് ബാബു പറയുന്ന പ്രകാരം ചെയ്താൽ ടാറിൻ്റെ എൻഡ്, ഇപ്പം നമ്മുടെ ഗാരേജ് വേ എന്ന് പറയുന്ന 7 മീറ്റർ ഉണ്ട്. ആ 7 മീറ്ററിനോട് തൊട്ടാണ് വാട്ടർ ഡ്രെയിനേജ് വരിക. അത് സ്ലാബ് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഉണ്ടായാൽ ഒരു വണ്ടി സൈഡ് കൊടുത്താൽ ഒക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ്. നല്ലത് റോഡിൻ്റെ സൈഡിലേക്ക് അങ്ങ് മാറിയാലോ? സൈഡിലേക്ക് മാറുമ്പോൾ ബാക്കി വരുന്ന കുറേ സ്ഥലമുണ്ട്, ഏതാണ്ട് ഓൾമോസ്റ്റ് 90 സെൻറ്റിമീറ്റർ സ്ഥലമുണ്ട്. അത് ബേമിനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ബേമിനായിട്ട് ഉപയോഗിക്കാം. വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ സൗകര്യം ഉണ്ടാവും. ദാറ്റ്സ് എ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ഇറ്റ്. ആ പ്രാക്ടിക്കൽ സൈഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. അതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേര് എന്തുകൊണ്ടാണ് നിങ്ങളെ പത്രത്തിൽ വരാതിരുന്നു? എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും AXയും ഞാനും മാത്രമല്ലല്ലോ, അത് ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അയാളുടെ പേര് പറഞ്ഞില്ല? ഇപ്പോൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അയാളാണ് ഈ വാർത്ത നിങ്ങൾക്ക് ചോർത്തി തരുന്നത്. ഗവൺമെൻറ് വിരുദ്ധ പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്താൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനെ വല്ല നിയമമുണ്ട്? അയാളെ ഇവിടെ റീറ്റെയിൻ ചെയ്തത് ഞാനാണ്. അയാളെ മന്ത്രി 3 വർഷം മുമ്പ് ട്രാൻസ്ഫർ ചെയ്താണ് കൽപ്പറ്റയ്ക്ക്. അയാൾ ഇവിടെ തന്നെ വേണം, അയാൾ അത്യാവശ്യമാണ്, നല്ലയാളാണ് എന്ന് പറഞ്ഞ് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ട് അയാളെ തിരുവമ്പാടി AE നിലനിർത്തിയത് ഞാനാണ്. ഇല്ലെങ്കിൽ യു വുഡ് ഹാവ് ബീൻ സംവെയർ ഇൻ വയനാട്. ഈ ഫോളോ അവിടെ നിന്ന് വീണ പൊക്കി ഇവിടെ കൊണ്ടുവന്നത് നമ്മളെ റോഡിൻ്റെ പ്രവൃത്തി സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് മരം മുറിക്കുന്നതിൻ്റെ സംഗതി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഗവൺമെൻറ് പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ്റാണ് മാറ്റിയത്. ഞാൻ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഈ കിഫ്ബിയുടെയും KRFBയുടെയും PWDയുടെയും ഉയർന്ന ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യല്ലോ. അവരുടെ റിപ്പോർട്ട് പ്രകാരം മന്ത്രി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ MLA ഇത് പറയുന്നു. അങ്ങനെ എഞ്ചിനീയർമാരെ മാറ്റുന്നതിനല്ല MLA മാർ കൈക്കൂലി മേടിക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ട്രാൻസ്ഫറും ഒരു പോസ്റ്റിങ്ങും
പിന്നിൽ ഒരു നയാ പൈസയുടെ അഴിമതി ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലായി. ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടല്ലേ പണ്ട് ഡോക്ടർമാർ മാറിക്കൊണ്ടിരുന്നു. ഇപ്പോഴോ ഏതെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗസ്ഥനോ ട്രാൻസ്ഫറിന് വേണ്ടി ഏതെങ്കിലും ഒരാൾക്ക് ഒരു രൂപ കൊടുത്തായിട്ട് പറയാൻ പറ്റുമോ? തെറ്റിയത് എവിടെയെന്ന് പറഞ്ഞാൽ ഈ ആദ്യം DPR തയ്യാറാക്കുമ്പോൾ ഈ 10 മീറ്റർ ഇതെല്ലാം കൂടി നടക്കും എന്ന അയാളുടെ ഒരു തെറ്റായ നിഗമനത്തിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. 12 മീറ്ററുള്ള 12 13 മീറ്റർ ഉണ്ടായാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഇത് 10 മീറ്റർ തന്നെ കിട്ടിയത് മഹാഭാഗ്യം. ആടെ പോയിട്ട് 12 തരണം എന്ന് പറഞ്ഞാൽ ആര് തരാനിരിക്കുന്നൂടെ? അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള അതെ BMW ചെയ്യുന്നതാണല്ലോ, BMLAC ചെയ്യുന്നതല്ലേ. ഇപ്പോൾ അങ്ങാടികളെല്ലാം ബ്യൂട്ടിഫിക്കേഷനാണ്. പിന്നെ അങ്ങാടിയിലെ കവലകളെല്ലാം അത് ടൈൽസ് പാകി നടപ്പാതെ ഉണ്ടാക്കും, ഹാൻഡ് റെയിൽ കൊടുക്കും. അതൊക്കെ അതിൽ DPR പറഞ്ഞില്ല കാര്യങ്ങളാണ്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള മാർഗത്തിൽ തന്നെ പോകും. സാറ് പറഞ്ഞാൽ കിഫ്ബിയുടെ എല്ലാ പ്രവൃത്തിയിലും തീരുമാനം എടുക്കുന്നത് കിഫ്ബി തന്നെയാണ്. സർക്കാർ ഓർഡർ ഉണ്ടെങ്കിലും കിഫ്ബിയുടെ നോംസാണ്, അവരെയാണ് നിശ്ചയിക്കുന്നത്. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അവർ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. റെക്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ റെക്ടിഫൈ ചെയ്യാനുള്ള സമയം അനുവദിച്ച് ആ സമയത്തിനുള്ളിൽ റെക്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദേ വിൽ ക്യാൻസൽ ചെയ്യും. സർക്കാർ ഓർഡറിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലല്ലേ കിഫ്ബി ശരിക്കും ഫണ്ടിങ്ങും അതിന്റെ വർക്ക് മോണിറ്ററിങ്ങും അല്ലേ ശരിക്കും? അല്ല, ഇത് അവരൊരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. കിഫ്ബി റോഡിൻ്റെ വർക്കിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടാവണം, ഇന്ന കാര്യങ്ങൾ. അതിന് ഓരോ ഡ്രോയിങ്സും അവർ ഡെയിലി ബേസിസിൽ അവർ പരിശോധിച്ചുകൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കട്ടെ, ഇപ്പോൾ അഗസ്ത്യമൊഴിയിലാണ് അല്ലെങ്കിൽ തിരുവമ്പാടി അങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഇന്ന് കിഫ്ബിക്ക് അറിയില്ലാതിരിക്കണ്ട. ഇന്നത്തെ വർക്ക് ഇന്നവർക്കറിയാം എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. PWD ഓഫീസേഴ്സ് കരാറുകാരന് അതിൻ്റെ ഫോട്ടോ അപ്പം തന്നെ അയച്ചുകൊണ്ടിരിക്കണം. എല്ലാ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് അവിടെ ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സ് ഇരിക്കുക. ദേ വിൽ ഇൻസ്പെക്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇഞ്ച് ബൈ ഇഞ്ച് ദേ വിൽ ഇൻസ്പെക്ട്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവർ പറയും നിങ്ങൾ ഇന്ന വർക്കിൽ ഇന്ന റെക്ടിഫിക്കേഷൻ വരുത്തിയേ പറ്റൂ. ആ റെക്ടിഫിക്കേഷൻ അവർ ഒരു സർട്ടൺ പീരീഡ് അനുവദിക്കും. ആ പീരീഡിനുള്ളിൽ റെക്ടിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദേ വിൽ ക്യാൻസൽ ദ വർക്ക്. അതാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. അത് ഈ ഭാനുഭവപ്പാണല്ലോ ചെയ്യേണ്ടത്. ഭാനുഭവപ്പിന് കത്തെഴുതി കഴിച്ചത് ഇവർ പഠിത്തുമെന്ന് അവർ പറയുന്നു. ഭാനുഭവപ്പിൻ്റെ അത് പിന്നെ KSEBക്കാരത് അതിൻ്റെ ഇടയിൽ 110 kV ലൈന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു സമയം അനുവദിച്ചാൽ ആ സമയം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരിതുവരെ പൂർത്തിയാക്കിയില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവർ കരാർ കൊടുത്തു, അപ്പോൾ കരാറുകാരൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവരെ വാദം. കരാറുകാരനോട് ചോദിച്ചാൽ അയാൾ വേറെ ന്യായം പറയും. BSNL വേറെ വരും, വാട്ടർ അതോറിറ്റി വേറെ വരും. ഇത് എല്ലാത്തിനെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് പിടിച്ച് കൊണ്ടുവരണ്ടേ? ന്യൂസ് ഡെസ്ക്, തിരുവമ്പാടി ന്യൂസ്.